നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 20 ബുധൻ, മീനം 7. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. ബംഗാൾ, രാജസ്ഥാൻ, കർണാടക സംസ്ഥാനങ്ങളിലെ 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആകാംക്ഷ തുടരുന്നു. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കില്ല. മദ്യനയ അഴിമതി കേസിൽ ഇഡിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇഡി അയച്ച 9 സമൻസുകളും നിയമവിരുദ്ധമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. തിരുവനന്തപുരം കാട്ടാക്കട അമ്പലത്തിൻകായയിൽ RSS പ്രവർത്തകന് കുത്തേറ്റു. പരിക്കേറ്റത് വിഷ്ണു ചികിത്സയിൽ. ആക്രമണം കാഞ്ഞിരവിള ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നു പോകുന്നതിനിടെ. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് സംശയം. കോഴിക്കോട് പേരാമ്പ്ര അനുവധക്കേസിൽ പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. വാഹനാപകടത്തിൽ 4 പേർ മരിച്ച മാങ്കുളം പേമരം വളവിൽ ഇതുവരെ അപകടത്തിൽപ്പെട്ടത് 10 വാഹനങ്ങൾ. സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപ്പായില്ല. കുത്തനെയുള്ള ഇറക്കത്തിൽ ട്രാവലറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് ദേഹത്തേക്ക് തെറിച്ചു വീണ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഇന്നലെ വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിരുന്നു. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിധി ഇന്ന്. വിധി പറയുക ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസിൽ 3 പ്രതികൾ. മദ്രസാധ്യാപകനായ മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് 2017. മോൺസൺ മാവുങ്കൽ പ്രതിയായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പരാതിക്കാർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഹവാല ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. മോൺസണുമായി നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ പരാതിക്കാർ ഇഡിക്ക് കൈമാറും. MLA-മാരും MP-മാരും രാജിവെക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ എതിർകക്ഷിയാക്കി പൊതുപ്രവർത്തകൻ KO ജോണി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധത്തിലേക്ക്. ഇന്ന് കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധം ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണ നടപടികൾ നടപ്പാക്കരുതെന്ന ആവശ്യം ഉന്നയിച്ച്. മകളുടെ വിവാഹം നടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തിരുവനന്തപുരം വാമനപുരത്ത് ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വാമനപുരം ആനാഗുടി ഈട്ടിമൂട് സ്വദേശി ജയരാജ്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം. ഓൺലൈൻ ട്രേഡിംഗ് നടത്തി ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കവരുന്ന വൻ തട്ടിപ്പ് സംഘം പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ തട്ടിപ്പ് സംഘത്തെ ബത്തേരി പോലീസ് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന്. 20 മൊബൈൽ ഫോണുകളും 8 സിം കാർഡുകളും 9 ATM കാർഡുകളും പിടിച്ചെടുത്തു. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. LDF നേതാക്കളായ CK ശശീന്ദ്രൻ, P ഗഗാറിൻ, EJ ബാബു, PK മൂർത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാഗർകോവിൽ സെഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 13 ട്രെയിനുകൾ പൂർണ്ണമായും 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. ഈ മാസം 27 വരെയാണ് നിയന്ത്രണം. ആലപ്പുഴയിൽ കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. ചെങ്ങന്നൂരിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 16 കിലോ കഞ്ചാവ് പിടികൂടിയത്. പത്തനംതിട്ട സ്വദേശി രാഹുൽ അറസ്റ്റിൽ. മലപ്പുറം തിരൂരങ്ങാടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കോട്ടക്കൽ സ്വദേശി കൈതവളപ്പിൽ സാദിഖാണ് മരിച്ചത്. സ്കൂൾ ബസും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പത്തനംതിട്ട കീക്കഴൂർ റാന്നി കോഴഞ്ചേരി ശബരിമല പാതയിൽ വിള്ളൽ വ്യാപിക്കുന്നു. അമിതഭാരം കയറ്റിയ ടോറസുകൾ തുടരെ ഓടുന്നത് മൂലമാണ് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്ന് സൂചന. പത്തനംതിട്ട നഗരത്തിൽ 4 ഭാഗത്ത് പൈപ്പ് പൊട്ടി വെള്ളം നിരത്തിലൊഴുകി പാഴാകുന്നു. കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വലയുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഗവി ഫോറസ്റ്റ് സ്റ്റേഷന് പരിരക്ഷ. പെരിയാർ കടുവാ സങ്കേതം കിഴക്ക് ഡിവിഷന്റെ പരിധിയിലുള്ള ഗവി സ്റ്റേഷന് ചുറ്റും സൗരോർജ്ജ വേലി സ്ഥാപിച്ചു.
കൊച്ചിയിൽ വനിതാ പോലീസുകാരിയെ ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോരിക്കാട് സ്വദേശി മാധവാണ് അറസ്റ്റിലായത്. വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നഴ്സിനെയും മർദ്ദിച്ചു. പ്രതി പോലീസുകാരിയെ ആക്രമിച്ചത് മദ്യലഹരിയിൽ. പത്തനംതിട്ട ചിറ്റാർ ആങ്ങമൂഴി വനത്തിൽ വ്യാജമദ്യവേട്ട. പഞ്ഞിപ്പാറ സ്വദേശി ജയകുമാറിന്റെ പേരിൽ കേസെടുത്തു. കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. പുതുപ്പള്ളി വടക്കേ ആഞ്ഞിലിമൂടിന് സമീപത്തെ പമ്പ് ഹൗസിൽ കുഴൽക്കിണർ, മോട്ടോർ എന്നിവ സ്ഥാപിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിൽ. പത്തനംതിട്ട മാന്നാർ ടൗൺ വാർഡിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷം. ടൗൺ വാർഡിലെ കിണറുകൾ വറ്റിവരണ്ടു. പമ്പാ നദിയിലെ ജലനിരപ്പ് താഴ്ന്നതാണ് കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ കന്നി വോട്ടർമാരുടെ എണ്ണം ഇക്കുറി 30,000 കടന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെക്കാൾ 31,020 പേർ കൂടുതൽ. സ്ത്രീ വോട്ടർമാരാണ് ഇത്തവണ കൂടുതൽ. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള തിരുനക്കര പൂരം ഇന്ന്. ക്ഷേത്ര മൈതാനത്ത് വൈകിട്ട് ആരംഭിക്കുന്ന പൂരത്തിൽ 22 ആനകളെ എഴുന്നള്ളിക്കും. 350ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി നിയോഗിക്കും. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നെടുങ്കണ്ടം താന്നിമൂട് പാലം തുറന്നു. പുനർനിർമ്മാണത്തിനായി അടച്ച പാലം തിങ്കളാഴ്ച മുതലാണ് അനൌദ്യോഗികമായി തുറന്നത്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിൽ സർവീസ് നടത്താനായി 3ാം റോറോ നിർമ്മിക്കാനുള്ള കോർപ്പറേഷന്റെ പദ്ധതി പ്രതിസന്ധിയിൽ. റോറോ നിർമ്മാണത്തിന് 15 കോടി രൂപ നൽകാൻ CSML തയ്യാറായിട്ടും പദ്ധതി നടപ്പാകുന്നില്ല എന്ന് ആക്ഷേപം. ദേശീയപാതയിൽ അപകട മേഖലയായ വരാപ്പുഴ ഷാപ്പുപടി മുതൽ ചേരാനെല്ലൂർ വരെയുള്ള ഭാഗങ്ങളിൽ മീഡിയൻ സ്ഥാപിക്കണമെന്ന് ആവശ്യം. റെഡ് സ്പോട്ടായി പ്രഖ്യാപിച്ച ഇവിടെ ഒരു മാസത്തിനിടെ മരിച്ചത് 5 പേർ. നിശ്ചിത പ്രായപരിധിയുള്ള അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വിപ്ലവം സൃഷ്ടിക്കാൻ കണ്ണൂർ ജില്ല. ഒരാഴ്ചക്കുള്ളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ലക്ഷ്യം കൈവരിക്കാനാണ് നീക്കം. ജില്ലയിലെ 30ഓളം കോളേജുകളിൽ നിലവിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുതൂർ പഞ്ചായത്തിലെ ചാവടിയൂർ, മേലെ ചാവടിയൂർ, പലക്കയൂർ, ഇലച്ചുവഴി എന്നിവിടങ്ങളിലായിരുന്നു പരിപാടി. വിനോദസഞ്ചാരികളെയും ദീർഘദൂര യാത്രക്കാരെയും വരവേൽക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഫറോക്ക് റെസ്റ്റ് ഹൗസ് കെട്ടിടം കോഴിക്കോട് ഒരുങ്ങി. ദേശീയപാതയോരത്തെ 20 സെന്റ് ഭൂമി പ്രയോജനപ്പെടുത്തി 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ബഹുനില കെട്ടിടം. CPCRI സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് അരിപ്പയിൽ തുടക്കമായി. കാർഷിക മേഖലയിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ഉറപ്പുവരുത്തുന്നതിനായാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം കൊല്ലം ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഫെഡറൽ ബാങ്കിന്റെ കൊല്ലം ജില്ലയിലെ 2 ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നാളെ. കരിക്കോട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം രാവിലെ 9-ന് TKM കോളേജ് ട്രസ്റ്റി പ്രസിഡന്റ് TK ഹസൽ ഹസൻ മുസലിയാർ നിർവഹിക്കും. ചെങ്ങമനാട് ബ്രാഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സോഡ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷന്റെ തീരുമാനപ്രകാരം കൊല്ലം ജില്ലയിൽ സോഡയ്ക്ക് നേരിയ വിലവർധന നിലവിൽ വന്നതായി ഭാരവാഹികൾ. 300 മില്ലി കുപ്പിക്ക് 7 രൂപയായിരുന്നത് 10 രൂപയായി. ഹെൽത്തി കേരളയുടെ ഭാഗമായി മലപ്പുറം വേങ്ങരയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ശുചിത്വ പരിശോധന നടത്തി. AR നഗർ, കുന്നംപുറം, കുളപ്പുറം ഭാഗങ്ങളിലായിരുന്നു പരിശോധന. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയെന്ന് അധികൃതർ. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. ഇടുക്കി 16-ാം കണ്ടം ഉപ്പുതോട് റോഡിൽ നാളെ മുതൽ 60 ദിവസത്തേക്ക് ഗതാഗതം തടസ്സപ്പെടും. തൊട്ടിക്കട ജംഗ്ഷനിലുള്ള തകർന്ന കലുങ്ക് പുനർനിർമ്മിക്കുന്നതിനാലാണ് നിയന്ത്രണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഈ മാസം 25 വരെ പേര് ചേർക്കാൻ അവസരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. മെയ് 26-ന് നടത്താനിരുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ജൂൺ 16-ലേക്ക് മാറ്റി. UPSC തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്കുള്ള പ്രവേശനത്തിനുള്ള അഭിമുഖം ഈ മാസം 23-ന്. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറി സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റ് സംവരണമുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് നടത്തുന്ന അഭിമുഖം നീട്ടി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് മാറ്റം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.
അയലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. യോഗ്യത SSLC. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജുമായി ബന്ധപ്പെടണം. തമിഴ്നാടിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ തന്റെ പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി. തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബംഗളൂരുവിൽ എത്തുന്നുവെന്നായിരുന്നു വിവാദ പരാമർശം. കേരളത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ പ്രതികരണമില്ല. ഡൽഹി മദ്യനയ കേസിൽ ED അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് കെ കവിത സുപ്രീം കോടതിയിൽ. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യം. ചോദ്യക്കോഴ വിവാദത്തിൽ മഹുവ മൊയ്ത്രയ്ക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവ്. ലോക്പാലാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 6 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് CBIക്ക് നിർദ്ദേശം. പശ്ചിമബംഗാളിൽ CPIM കോൺഗ്രസ് സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിൽ. കോൺഗ്രസിന് 12 സീറ്റ് നൽകാമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണ. സീറ്റുകൾ ഏതൊക്കെയെന്നത് സംബന്ധിച്ച് ചർച്ച തുടരുന്നു. പഞ്ചാബിൽ BJPയുമായി സഖ്യം വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ശിരോമണി അകാലിദൾ കോർ കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച. സഖ്യം സംബന്ധിച്ച് ഇരു പാർട്ടികളും തമ്മിൽ പ്രാഥമിക ചർച്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായ ജൂൺ 1-നാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. രാത്രി ദിൻഖത്തയിൽ നടന്ന സംഘർഷത്തിൽ ലാത്തി വീശി പോലീസ്. ജില്ലയിൽ ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ്. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ വർഷം നടന്ന രാമനവമി ആഘോഷങ്ങൾക്കിടെയുണ്ടായ സംഘർഷത്തിൽ 11 പേർ കൂടി NIA അറസ്റ്റിൽ. പിടിയിലായത് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെന്ന് NIA. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് വനിതാ ഗുസ്തി താരങ്ങൾ. ബ്രിജ്ഭൂഷണെതിരെ നടപടിയെടുത്ത് സ്ത്രീശക്തി മുദ്രാവാക്യം പ്രാവർത്തികമാക്കണമെന്ന ആവശ്യം. സ്ത്രീകൾക്ക് വേണ്ടി മോദി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നടപടിയിലൂടെ കാണട്ടെ എന്നും താരങ്ങൾ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി DMK. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ മതവികാരം വ്രണപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയെന്ന ആരോപണം. കേന്ദ്രമന്ത്രി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും DMK. രാജ് താക്കറെ അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ BJPയെ വിമർശിച്ച് ഉദ്ധവ് താക്കറെ. മോദിയുടെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടില്ലെന്ന് BJPക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലെയും മഹാരാഷ്ട്രയിലെയും സർക്കാരുകൾക്കെതിരായ വിധിയെഴുത്തായിരിക്കുമെന്നും ഉദ്ധവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഭൂട്ടാൻ സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിൽ ഭൂട്ടാൻ രാജാവുമായും പ്രധാനമന്ത്രിയുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ആന്ധ്രയിലെ ദേശീയപാത 16 വിമാനങ്ങൾ ലാൻഡ് ചെയ്ത് വ്യോമസേന. ദേശീയപാതയിൽ നിർമ്മിച്ച എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിലാണ് യുദ്ധഗതാഗത വിമാനങ്ങൾ പറന്നിറങ്ങിയത്. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാറിനെ നിയമിച്ചു. നിലവിൽ മ്യാൻമറിലെ ഇന്ത്യൻ അംബാസിഡറാണ് വിനയ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 300-ലധികം സീറ്റുകൾ നേടുമെന്ന് മണിക്കം ടാഗോർ. ഇത്തവണ ജനവിധി മോദി സർക്കാരിനെതിരായിരിക്കുമെന്നും കോൺഗ്രസ് നേതാവ്. ബംഗളൂരുവിലെ സ്വകാര്യ സ്കൂളിന് സമീപം സ്ഫോടക വസ്തു കണ്ടെത്തി. സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ട്രാവലറിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. അന്വേഷണം തുടരുന്നു. ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡൻ ഈ മാസം 23-ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. 73 ഇനങ്ങളിൽ 17 ലക്ഷത്തിലധികം പൂക്കളാണ് ഗാർഡനിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശത്തെ വിമർശിച്ച് BJP നേതാവ് രവിശങ്കർ പ്രസാദ്. കോൺഗ്രസിനെ നയിക്കുന്നത് വിഭജന ചിന്താഗതി. മറ്റു മതങ്ങളെ അതേ ഭാഷയിൽ വിമർശിക്കാൻ വയനാട് MPക്ക് ധൈര്യമുണ്ടോ എന്നും ചോദ്യം. മുംബൈയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 100 കോടി വില വരുന്ന 9.8 കിലോ കൊക്കൈൻ പിടികൂടി. 2 പേർ പിടിയിൽ. ഛത്തീസ്ഗഡിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലുണ്ടായത് ദന്തേവാഡയിലെ ബീജാപൂർ അതിർത്തിയിൽ. പരിശോധനയിൽ ആയുധങ്ങളും കണ്ടെടുത്തു. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. റഫ അതിർത്തിയിലെ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന US-ന്റെ ആവശ്യം തള്ളി ഇസ്രയേൽ. ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിന്റെ പ്രതികരണം. US-ഇസ്രയേൽ ഉദ്യോഗസ്ഥതല ചർച്ച അടുത്തയാഴ്ച നടക്കാനിരിക്കെ. വിവാദ പ്രസ്താവനയുമായി മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റുകൾക്ക് വോട്ട് ചെയ്യുന്ന ജൂതന്മാർ ഇസ്രയേലിനെ വെറുക്കുന്നവരാണ്. അവർ സ്വയം ലജ്ജിക്കണമെന്നും ട്രംപ്. ഗസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലുമായുള്ള ചർച്ചകൾ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ.
റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ ചർച്ചയെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ്. ചർച്ചയ്ക്ക് ശേഷം മൊസാദ് തലവൻ ഡേവിഡ് ബാണിയ ദോഹയിൽ നിന്ന് മടങ്ങി. മിസിസിപ്പി പീഡനക്കേസിൽ മുൻ പോലീസ് ഡെപ്യൂട്ടി ഹണ്ടർ എൽവാർഡിന് 20 വർഷം കഠിന തടവ്. ശിക്ഷ വിധിച്ചത് US സ്റ്റേറ്റ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റ് സ്പീക്കർ നൊസീവിവെ മപ്പീസയുടെ വസതിയിൽ റെയ്ഡ്. പോലീസ് നടപടി. മപ്പീസ പ്രതിരോധ മന്ത്രിയായിരിക്കെ സൈനികരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ രാജി ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം. യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി മീറ്റിംഗിന് ആതിഥേയത്വം വഹിക്കാൻ ബ്രിട്ടൻ. ജൂലൈ 18 നടക്കുന്ന യോഗത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അധ്യക്ഷനാകും. റഷ്യൻ അധിനിവേശത്തിൽ യുക്രൈന് പിന്തുണ ആവർത്തിച്ച് അമേരിക്ക. യുക്രൈനെ പരാജയപ്പെടാൻ അനുവദിക്കില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ. പുതിയ ദേശീയ സുരക്ഷാ നിയമം പാസാക്കി ഹോങ്കോങ്. പാർലമെന്റിൽ നിയമം പാസ്സായത് ഏകകണ്ഠമായി. നിയമം ഈ മാസം 23 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ലീ. ബൊളീവിയയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ബെൽജിയത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 7.2 ടൺ കൊക്കൈൻ പിടികൂടി. 3 പേർ അറസ്റ്റിൽ. കാനഡയിലെ ട്രാൻസ് മൗണ്ടൻ ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വിപുലീകരണം മെയ്യിൽ പൂർത്തിയാകുമെന്ന് ആൽബർട്ട പ്രീമിയർ. ജലഗതാഗത കയറ്റുമതി 1 മാസത്തിനു ശേഷം ആരംഭിക്കുമെന്നും ഡാനിയൽ സ്മിത്ത്. സൗദിയിൽ വിദേശ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ നടപടി. സ്വദേശികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. നിതാക്കത്തിൽ സ്വദേശിവൽക്കരണ ശതമാനം കണക്കാക്കുമ്പോൾ വിദേശ നിക്ഷേപകരെ സൗദികളായി പരിഗണിക്കും. കുവൈത്തിൽ മഴ ശക്തി പ്രാപിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഊർജിത ശ്രമവുമായി മരാമത്ത് വിഭാഗം. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. ഐസ്ക്രീം ബിസിനസ് അവസാനിപ്പിക്കാനൊരുങ്ങി ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാതൃകമ്പനിയായ യൂണിലിവർ. കമ്പനിയിൽ നിന്ന് 7500 ജീവനക്കാരെ പിരിച്ചുവിടും. രാജ്യത്ത് വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള പുതിയ പ്ലാന്റ് ആരംഭിച്ച് ടാറ്റ മോട്ടോഴ്സ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രോസസ്സുകളിലൂടെയായിരിക്കും പ്രവർത്തനം. 1 വർഷം 18,000 വാഹനങ്ങൾ വരെ പൊളിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും. ഇന്ത്യയുടെ പുതിയ ഇലക്ട്രിക് വാഹന നയത്തെ സ്വാഗതം ചെയ്ത് വിൻഫാസ്റ്റ്. പരിസ്ഥിതി സൗഹൃദ പ്രീമിയം കാറുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ വിൻഫാസ്റ്റ് ഓട്ടോ തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. $12.57 ബില്യൺ വിപണി മൂല്യം. പുതിയ 50 അമൃത് ഭാരത് എക്സ്പ്രസുകൾ കൂടി അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. ഇന്ത്യൻ റെയിൽവേയുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളിലാണ് ട്രെയിനുകൾ നിർമ്മിക്കുക. 17 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പലിശ നിരക്ക് ഉയർത്തി ജപ്പാൻ. ഹ്രസ്വകാല പലിശ നിരക്കുകളിൽ വർധന. നോക്കാം ഇനി കായിക വാർത്തകൾ. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ആദ്യ റൗണ്ടിൽ ജയം ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസൻ, കെ ശ്രീകാന്ത്, മലയാളി താരം കിരൺ ജോർജും കളത്തിലിറങ്ങും. വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ, താനുഷ സഖ്യവും ഇന്നിറങ്ങും. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 കുവൈത്ത് ഇന്ന് ഖത്തറിനെ നേരിടും. IPL ആരംഭിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ മുംബൈ ഇന്ത്യൻസിന് തിരിച്ചടി. സൂപ്പർ താരം സൂര്യകുമാർ യാദവിന് ആദ്യ മത്സരം നഷ്ടമാകും. പരിക്കേറ്റ താരം ഗുജറാത്തിനെതിരായ മത്സരത്തിൽ കളിക്കില്ല എന്ന് റിപ്പോർട്ട്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഋഷഭ് പന്ത് നയിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ടീം മാനേജ്മെന്റ്. പന്തിന് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഡേവിഡ് വാർണർ ആയിരുന്നു കഴിഞ്ഞ വർഷം ഡൽഹിയെ നയിച്ചത്. IPL പുതിയ സീസണിന് മുന്നോടിയായി ജേഴ്സിയും പേരും മാറ്റി RCB. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നാണ് പുതിയ പേര്. ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ നടത്താനിരുന്ന 2020 പരമ്പര റദ്ദാക്കി ക്രിക്കറ്റ് ഓസ്ട്രേലിയ. തീരുമാനം താലിബാന്റെ ഭരണകൂടത്തിന്റെ സ്ത്രീ വിവേചനത്തിൽ പ്രതിഷേധിച്ച്. നേരത്തെ സമാന കാരണം ചൂണ്ടിക്കാട്ടി ടെസ്റ്റ് ഏകദിന പരമ്പരകളും ഉപേക്ഷിച്ചിരുന്നു. സൗഹൃദ മത്സരങ്ങൾക്കായി തയ്യാറെടുത്ത് അർജന്റീന. അമേരിക്കയിൽ ശനിയാഴ്ച എൽ സാൽവദോറിനും 27-ന് കോസ്റ്ററിക്കയ്ക്കുമെതിരെയാണ് അർജന്റീനയുടെ മത്സരങ്ങൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവതാരം കോബി മൈനു ഇംഗ്ലണ്ട് ദേശീയ ടീമിൽ ഇടം നേടി. ഇതാദ്യമായാണ് താരം ഇംഗ്ലണ്ട് സീനിയർ ടീമിൽ എത്തുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി നടത്തുന്ന മികച്ച പ്രകടനങ്ങളാണ് താരത്തെ ദേശീയ ടീമിലേക്ക് എത്തിച്ചത്. നടൻ ഫഹദ് ഫാസിലിന്റെ അടുത്ത തെലുങ്ക് ചിത്രം പ്രഖ്യാപിച്ച് നിർമ്മാതാക്കളായ SS കാർത്തികേയയുടെ SS രാജമൗലി ഫിലിംസ്. ഓക്സിജൻ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. നോക്കാം ഇനി വൈറൽ ട്രെൻഡ്സ്.
ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഡാൻസ് വീഡിയോ കാണാമിനി. ഒരു കാരണവുമില്ലെങ്കിലും സന്തോഷമായിരിക്കുക എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന വീഡിയോ നിരവധി പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. തനി മലയാളിയായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. ലുങ്കിയുടുത്ത് സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഇവാൻ ആശാന്റെ ചിത്രമേറ്റെടുത്ത ആരാധകർ ഓഫീസിലെ മറ്റൊരു ദിവസം എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ഞപ്പടയുടെ പരിശീലകൻ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ഇന്ത്യയിൽ നിരവധി ഹൈവേകളുടെ നിർമ്മാണവും ഉദ്ഘാടനവും നടക്കുന്നുണ്ട്. ഇത്തരം ഹൈവേകളുടെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ഹൈവേ എന്ന തലക്കെട്ടോടെ ഇപ്പോൾ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. യഥാർത്ഥത്തിൽ ചൈനയിലെ സുജിബ ഇന്റർചേഞ്ച് റാമ്പ് ബ്രിഡ്ജിന്റെ ചിത്രങ്ങളാണ് തെറ്റായ തലക്കെട്ടോടുകൂടി പ്രചരിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. പാകിസ്ഥാനിൽ ഭൂചലനം 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ബീഹാർ ബഗ്ഗാഖ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. 4 കോച്ചുകളാണ് പാളം തെറ്റിയത്. ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. CBI അന്വേഷണ നിർദ്ദേശത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മഹുവ മൊയ്ത്ര. മഹുവയ്ക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് ലോക്പാൽ കണ്ടെത്തൽ. ത്രിപുരയിൽ നിന്ന് 3.5 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. BSFും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഹൈദരാബാദിൽ അമ്മ മകളുടെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. കൊലപാതകം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റഷ്യൻ ബെലാറസ് താരങ്ങൾ പങ്കെടുക്കില്ല. ഇരു ടീമുകളും പരേഡിന്റെ ഭാഗമാകില്ല എന്നാണ് റിപ്പോർട്ട്. വാർത്ത പങ്കുവച്ച് IOC ഡയറക്ടർ ജെയിംസ് മാക്ലിയോഡ്. ഉത്തർപ്രദേശിൽ മേനകാ ഗാന്ധി മത്സരിച്ചേക്കും. പിലീഭിത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു എന്നാണ് വിവരം. വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കില്ല എന്നും റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് പരിഗണിച്ചാണ് തീരുമാനം. 4 ദിവസം പിന്നിട്ടിട്ട് ആലുവയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടികൂടാനായില്ല. തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികളെന്ന് സൂചന. 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.